ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഒരു സിങ്കുമ്മ ഒരു പില്ലർ ടാപ്പ് പിടിപ്പിക്കുന്ന ഒരു വർക്ക് ഉണ്ടാകും. അപ്പൊ സാധാരണ ഗ്രാനൈറ്റിന്റെ ചേട്ടന്മാര് ഇട്ട് തരാറ്. അപ്പൊ ഇതും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ടാപ്പ് സാധനങ്ങളൊക്കെ നമ്മൾ അടിയിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഇതുമ്മ മുമ്പ് ഇതിന് ഇന്റീരിയർ ഉണ്ടായിരുന്നു. അപ്പൊ അവരിത് മൾട്ടിവുഡില് MDF മറ്റേ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതുമ്മണി ഈ ഗ്രാനൈറ്റ് ഇട്ട് അത് സിങ്ക് വെച്ചേക്കണം. അതും വേണ്ട. അപ്പൊ അപ്പൊ അതിന്റെ ബാക്ക് സൈഡ് നമ്മ നേരത്തെ കൂട്ടി തന്നെ നമ്മൾ അടിഭാഗം കട്ട് ചെയ്തിടിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും. മൾട്ടിവുഡ് ആയിട്ട് നമുക്ക് കുഴപ്പമില്ല. ചിലപ്പോ നമ്മൾ സാധാരണ ചെയ്യണത് ഈ സ്ലാബും ഒക്കെ ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ നേരത്തെ തന്നെ നമ്മ കട്ട് ചെയ്തിടിക്കാറുണ്ട് അവരെ കൊണ്ട്. അപ്പൊ ഇങ്ങനെ ഫോർബിറ്റ് വെച്ച് അടിക്കുമ്പോ നമ്മൾ സാധാരണ ഒന്ന് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കും. ഡയറക്റ്റ് അടിച്ചാൽ നമുക്ക് ഒരുപാട് സമയം പിടിക്കും. താഴെയില്ല, കുറേ സമയം പിടിക്കും. നമ്മൾ ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നാവും. എല്ലാവർക്കും അറിയണ എന്നാലും ഞാൻ പറഞ്ഞുള്ളൂ. ഇതിവിടെ പില്ലർ ടൈപ്പ് പിടിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേസ്റ്റ് ഇട്ടേക്കണത് നമ്മ 1.5 പൈപ്പിലാണ്. 1.5 പൈപ്പുമ്മ വേസ്റ്റ് കപ്ലിങ്ങുമ്മ FT ഇട്ടിട്ട് 1.5 ടീ ഇട്ട് കണക്ഷൻ കൊടുത്തേക്കണം. അപ്പൊ ഇതിന്റെ ഒരു ഭാഗം നമ്മ സ്റ്റോപ്പർ ഇട്ട് നിർത്തും. ഏതെങ്കിലും രീതിയിൽ വല്ല അഴുക്ക് കാര്യങ്ങളൊക്കെ ഇതില് വരണെങ്കിൽ തന്നെ ഒന്ന് തോണ്ടി എടുക്കാൻ വേണ്ടിട്ട്. ഇതിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ വേറെ ടീ ഇട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡിൽ നമ്മൾ ഒരു ടീ ഇട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും വശം ഇത് ഊരിക്കഴിഞ്ഞ് ഇവിടുന്ന് തള്ളിയാലും അങ്ങോട്ട് പൊക്കോളും, അഴുക്ക് പൊക്കോളും കേട്ടോ. അപ്പൊ പിന്നെ സ്റ്റോപ്പ് ഗ്ലൂട്ട് ഒട്ടിച്ചിട്ടാണ് കൂടുതൽ ചെയ്യാറ്. ഒരു റിസ്ക് എടുക്കാൻ വയ്യ, ഇതിൽ വല്ല ലീക്കും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കുത്തിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് അപ്പുറത്ത് വരും കേട്ടോ. എല്ലാവരും വാച്ച് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം, ഷെയർ ചെയ്യാം, ഫോളോ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.